പതുക്കെ മതി. നാളെ കാര്യമായിട്ടുണ്ടായിരുന്ന ഒരു ഓർഡർ ക്യാൻസലായി. ബാക്കി കുറച്ചേ ഉള്ളൂ. അതെന്താ ക്യാൻസൽ ആവാൻ? ആറ്റോശ്ശേരി സദ്യ എന്നല്ലല്ലോ ഇപ്പൊ പറയുന്നത്, വിഷച്ചോറെന്നല്ലേ. അത് തന്നെയാ കാരണം. ചേച്ചി വാ. എന്നോട് ഓരോരുത്തർ ഒന്നും രണ്ടും ഒക്കെ ചോദിച്ചു. ഞാൻ വായി തന്നതൊക്കെ വിളിച്ചു പറഞ്ഞു. കേൾക്കുമ്പോ ഇത്തിരി ദണ്ണണ്ടേ. ഇവിടെ ജോലിക്ക് വന്നു തുടങ്ങിയത് പിന്നെയാ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ നേരെ ചൊവ്വേ നടക്കുന്നത്. എല്ലാം നിർത്തിയോ പൂട്ടിയോ എന്നൊക്കെ ചോദിക്കുന്നവർക്ക് നിസാരമായിട്ടങ്ങ് ചോദിക്കാം. നമ്മുടെ സങ്കടം നമുക്കല്ലേ അറിയൂ. എല്ലാം ശരിയാവുമല്ലോ അല്ലേ? ശരിയാവും ചേച്ചി, നമ്മൾ ശരിയാക്കി എടുക്കും. ഉള്ള കുറച്ച് ഓർഡറുകളൊക്കെ ഭംഗിയായിട്ട് കൊടുക്കണം. എന്നിട്ട് പതുക്കെ പതുക്കെ നിഷേധിക്കാൻ പറ്റാത്തൊരു സംഭവമായിട്ട് മാറും. അങ്ങനെയല്ലേ വേണ്ടേ? ഇതെന്താ അമ്മേ? അത് അവര് വേണ്ടെന്ന് പറഞ്ഞതാ. എല്ലാത്തിനെയും മോള് വിളിച്ചു പറയണ്ടെന്ന് കരുതി. വിഷമമുള്ള കാര്യമല്ലേ മോളെ? ആരൊക്കെയോ പുറകിൽ നിന്ന് കളിക്കുന്ന പോലെ, എല്ലാം പറഞ്ഞു ചെയ്യിക്കുന്ന പോലെ അല്ലേ അമ്മേ? മോളെ, മുത്തശ്ശി ഒരു കാര്യം പറയട്ടെ. തൽക്കാലം എണ്ണത്തിനെ കുറിച്ച് ചിന്തിക്കണ്ട. ഒരു ഊണേ ആവശ്യമുള്ളൂ എങ്കിൽ അത് നീ ഉണ്ടാക്കണം. അതിൽ നീ നിന്റെ കഴിവ് കാണിക്കുകയും വേണം. നമ്മൾ നട്ടു വളർത്തിയ ഉണ്ടാക്കിയ ഒരു മരം പെട്ടെന്ന് കാറ്റിലോ മഴയിലോ വീണുപോയാ പിന്നെ എന്താ ചെയ്യ? അടുത്തത് നടും. എന്നിട്ട് ഇല വന്ന്, കൊമ്പ് വന്ന്, പൂ വന്ന്, കാ വന്ന് അതങ്ങ് വളരും. അത്ര തന്നെ മോളെ. തോറ്റു കൊടുക്കരുതടി മോളെ. തോറ്റുകൊടുത്താ നമ്മളെല്ലാവരും ഒന്നിച്ച് തോറ്റുപോകും. വരണം മോളെ. മോള് കുറച്ചു ദിവസത്തേക്ക് ഞങ്ങൾക്ക് ഒന്നും തന്നില്ലെങ്കിലും കുഴപ്പമില്ല. മോളിത് നേരാവണ്ണം നടത്തിയാ മതി. നിങ്ങൾ പറയുന്നതാ ശരി. ഇവിടെ തലകുനിച്ചാല് ശത്രുക്കൾ ജയിക്കും. ചേച്ചി, നമുക്ക് കടയിൽ പോയി പച്ചക്കറി വാങ്ങിട്ട് വരാം. മുത്തശ്ശി, അങ്ങനെ പോട്ടല്ലേ? നിന്റെ മുഖത്ത് ഈ ചിരി ഉണ്ടായാ മതി മോളെ. നമ്മൾ ജയിക്കും. രാധികേ, ടീച്ചർ. രാധിക ഇതുവഴി എവിടുന്നാ? സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് ഇവിടെ ഉള്ളൊരു കടയിൽ നിന്നാ. ഇതിനടുത്ത് കടയുണ്ടോ? ഉണ്ട്. പണ്ടുകാലം മുതലുള്ള ഒരു പലചരക്ക് കടയാ, വീടിനോട് ചേർന്ന. പക്ഷെ മായമുള്ള ഒരു സാധനവും വിൽക്കില്ല എന്നൊരു ഗുണം ആ കടയ്ക്കകത്തുണ്ട്.